ഐസൻ, ഇനി മറ്റൊരു ദേശീയ വാർത്തയിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യ സഖ്യം തരിപ്പണമായി മാറിയിരിക്കുന്നു. ഇന്ത്യ സഖ്യത്തിൽ സീറ്റ് തർക്കം കൂടി ഇപ്പോൾ രൂക്ഷമാണ്. നമുക്കറിയാം രാഹുൽ ഭാരത് ജോഡോ യാത്രയിലേക്ക് കടക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു സീറ്റ് തർക്കം നിലനിൽക്കുന്നത്. തീർച്ചയായും ഈ സീറ്റ് തർക്കം ഏറെ ഗൗരവതരമായൊരു വിഷയമായി പരിണമിച്ചിരിക്കുകയാണ്. ഇന്നലെ തന്നെ ഇതിൻ്റെ അലയൊലികൾ ആരംഭിച്ചിരുന്നു എന്നതാണ് പ്രധാനമായും എടുത്തു പറയേണ്ടത്. അധിർ രഞ്ജൻ ചൗധരി മമതാ ബാനർജിക്കെതിരെ രംഗത്ത് വന്നതോടെയാണ് ഇന്ത്യ സഖ്യം സംബന്ധിച്ച വലിയൊരു പ്രശ്നം ഉയർന്നു വന്നത്. കാരണം ഇന്ത്യ സഖ്യത്തിലെ മമതാ ബാനർജിയുടെ സാന്നിധ്യത്തെ തള്ളുന്നൊരു നിലപാട് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തു. മാത്രമല്ല ഇന്ന് വീണ്ടും രണ്ടാം ഭാരത് ജോഡോ യാത്ര ആരംഭിക്കാനിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. രണ്ടാം ഭാരത് ജോഡോ യാത്രയുടെ മുന്നോടിയായി ഇന്ത്യ സഖ്യത്തിലെ അംഗങ്ങളെല്ലാം തന്നെ ക്ഷണിക്കും എന്നും പറയുന്നുണ്ട്. അതിൽ മമതാ ബാനർജിയെ ക്ഷണിക്കുമോ? അത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം തന്നെ ഒന്നിനു പുറകെ ഒന്നായി വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. തീർച്ചയായും ഈ സീറ്റ് തർക്കം, അതായത് ബീഹാറിൽ ഇത്ര സീറ്റ് 25 സീറ്റ് വേണമെന്ന ആവശ്യം, അത്തരത്തിലുള്ള വലിയ ആവശ്യങ്ങളൊക്കെ കോൺഗ്രസ് ഉന്നയിക്കുകയാണെങ്കിൽ തീർച്ചയായും കോൺഗ്രസിന് ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ ഇടപെടൽ നടത്താനാകാത്തൊരു സാഹചര്യം വരും. സ്വാഭാവികമായും ഇന്ത്യ സഖ്യത്തിൻ്റെ ആ ഒരു നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന നിലപാടുകളിലേക്ക് നീങ്ങേണ്ടി വരും. എന്തു തന്നെയായാലും സീറ്റ് തർക്കം രൂക്ഷമാകുന്നു. അത് തന്നെ ഇന്ത്യ സഖ്യം തകർന്നു വീഴാനുള്ള ഒരു സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്നതാണ് യാഥാർത്ഥ്യം. മഞ്ജുഷ, ശരി, വ്യക്തമാണ്. സ്വയം തകർന്നടിയാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ സഖ്യം. വിവരങ്ങൾ നൽകുകയായിരുന്നു നാഷണൽ ഡെസ്കിൽ നിന്നും ഐസൻ ജോസ്.